ഉണ്ടാക്കുന്ന പുലാവിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലത്തെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വെളിച്ചെണ്ണയിലും നെയ്യിലും കൂടിയിട്ടാണ് ഇതൊന്ന് വറുത്തൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ഉള്ളി മുഴുവനായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റ് വന്നോട്ടെ. കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ് ഇത് 4ഉം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉള്ളിയൊക്കെ വഴറ്റ് വന്നാൽ ഈ മിക്സിങ് നമുക്കിതിലേക്ക് ഇട്ടൊരു 1 മിനിറ്റോളം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൽ വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് നോക്കാം. ഉരുളക്കിഴങ്ങ്, അതേപോലെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പച്ച പട്ടാണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പട്ടാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ, മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുലാവ് മസാലയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്ന് നമ്മൾ വീണ്ടും വഴറ്റിയെടുത്തിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മിസ്സായി പോയതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. 2 വിസിൽ ആകുന്ന സമയം തന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. 2 വിസിലാകുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മൂടി ഓപ്പൺ ആക്കിയിട്ട്, ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ട് മൂടി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം റെസിപ്പി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് സാലഡും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.